ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റൈസ് നോക്കിയാലോ. ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് നമ്മൾ മീൽസ് കഴിക്കുമ്പം നോർമലി നമ്മൾ എന്താ കഴിക്കുക? ചോറ്, കറി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ നമുക്കിതൊക്കെ ഡെയിലി ഇതന്നെ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും മടുക്കും. സോ നമുക്ക് ഹെവി ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നെപ്പോലെങ്കിൽ. നമുക്ക് അതിലേക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും വേണം, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കും വേണം. സോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈസി ആയിട്ട് വീട്ടിലുള്ള 2-3 ഐറ്റം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറിയൊന്നുമില്ലാതെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. വിത്ത് റൈസ് വെച്ചിട്ട് തന്നെ. നമുക്ക് നോർമലി ഇതിന് വേണമെങ്കിൽ എഗ് റൈസ് എന്നൊക്കെ പറയാം. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. വലിയ പണിയില്ല, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യും. സോ നമുക്കതൊന്ന് ഉണ്ടാക്കി വെക്കാലോ. സോ ഗൈസ്, ഞാൻ ഓൾറെഡി എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിന് നമുക്ക് ആകെ വേണ്ട സംഭവം സവാളയാണ്, അതേപോലെ തന്നെ മുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. സോ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അളവിന് എടുത്തതാണ്. സോ ഇത്രയും ഉള്ളി എന്തായാലും ഞാൻ എടുക്കില്ല. പിന്നെ ലാസ്റ്റ് നമുക്കിടാൻ വേണ്ട മല്ലിയില ഞാൻ കുറച്ച് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. ആൻഡ് നമുക്ക് 2 എഗ് വേണം. എഗ്ഗാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൊടികൾ വേണം. സോ ഞാൻ പൊടികളൊക്കെ ഇങ്ങനെയാണ് എടുത്തത്. ഓൾറെഡി ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. സോ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ചിക്കൻ മസാല ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അനുസരിച്ച്, നിങ്ങളൊരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതി. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചീഞ്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കാം. പിന്നെ ഇത് ഞാൻ റൈസ് ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ബസുമതി റൈസൊക്കെയാണ് ഓരോരുത്തർ എടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു റൈസാണ് എടുത്തത്. സോ ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. അത്യാവശ്യം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളിപ്പം കാണിച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ വഴറ്റണം. ഉള്ളിട്ട് കൊടുത്തു, തക്കാളി, ഇഞ്ചി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റണം. സോ നല്ല രീതിയിലൊന്ന് വഴറ്റണം. കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഞാൻ പിന്നെ ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. കാരണം ഞാൻ ഡെയിലി അടുക്കളയിൽ കയറി ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്ത ഒരാളാണ്. ഇത് പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിച്ചത്. ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന. പിന്നെ ഞാൻ ഒരു എഗ്ഗ് ലവർ ഒന്നല്ല. നോർമലി എഗ്ഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഡെയിലി എഗ്ഗ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. ഏകദേശം നമ്മുടെ ഐറ്റമൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. സോ നമുക്കിനി നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സോ എഗ്ഗ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ റൈസാണ്. സോ റൈസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി സംഭവം ഇതായിട്ടുണ്ട്, കാണാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ടാൽ മതി.
എനിക്ക് മല്ലിച്ചപ്പ് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിയാം. മല്ലിച്ചപ്പ് നമ്മളിട്ടു, കുറച്ചും കൂടെ ഇടാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ നോക്കിയേ, ഞാനങ്ങനെ ഫൈനലി അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ലുക്ക് ഉണ്ടാവുക. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു വെറൈറ്റി ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.